ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനു, പേഴ്സണൽ വെൽനസ് കോച്ച്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ന്യൂട്രീഷൻ അല്ല, ഒരു പ്രൊഡക്റ്റ് അല്ല. പക്ഷേ ഹെർബാലൈഫ് ന്യൂട്രീഷൻ എടുത്തിട്ട് വെയിറ്റ് കുറയണമുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ എടുത്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്താണെന്ന് ആദ്യം നമുക്കറിയണം. ഹെർബാലൈഫ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രീഷൻ കമ്പനിയാണ്, ഒരു വെയ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. 1980 കാലിഫോർണിയയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 43 വർഷമായിട്ട് ഒത്തിരി ആളുകൾക്ക് ഹെൽത്ത് റിസൾട്ടും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് റിസൾട്ടും അവരവരുടെ ന്യൂട്രീഷൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഡെയിലി ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണതാണ്. ഏകദേശം 95 രാജ്യങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂട്രീഷൻ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളുണ്ട് അത് കംപ്ലീറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻസുകളാണ് നമ്മളുടെ കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു വെയിറ്റ് ലോസിനുള്ള ഓരോന്നും സെപ്പറേറ്റ് വെയിറ്റ് ലോസിനോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാനോ ഒന്നിനുള്ള ഒരു പ്രത്യേക സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ ഒന്നും തന്നെയില്ല. എല്ലാം ന്യൂട്രീഷൻ സപ്ലിമെൻസുകളാണ്. ഓക്കെ, ഇനി നമുക്കെല്ലാവർക്കും ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വെയിറ്റ് കൂടുന്നത് എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് കൂടുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളും അളക്കാനായിട്ട് ഓരോരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെള്ളമാണെങ്കിൽ എങ്ങനെ അളക്കുക? അത് ലിറ്ററിലാണ് അളക്കുക. വെയിറ്റ് ആണെങ്കിലോ അത് കിലോഗ്രാമിലാണ് അളക്കുക, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എനർജിയെ അളക്കുന്നതാണ് കിലോ കലോറി എന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എനർജി അളക്കുന്നതിനെയാണ് നമ്മൾ കിലോ കലോറി എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളം ഒഴിച്ച് ബാക്കി എന്ത് കഴിച്ചാലും അതിൽ കിലോ കലോറി ഉണ്ട്. എന്ത് ഫുഡ് കഴിച്ചാലും കിലോ കലോറി ഉണ്ട്. ഈ കിലോ കലോറിയിൽ ഗുഡ് കലോറി ഉണ്ട്, അതുപോലെ തന്നെ ബാഡ് കലോറി ഉണ്ട്. പേര് പോലെ തന്നെ ഗുഡ് കലോറി നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ സെൽസിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങുന്നതാണ് ഗുഡ് കലോറി എന്ന് പറയുന്നത്. ബാഡ് കലോറി എന്താണ്? പേര് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമില്ലാത്ത കലോറിയാണ് ബാഡ് കലോറി. ഉദാഹരണം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ, ഇത് ഗുഡ് കലോറിയാണ്. അടുത്തൊരു കയ്യിൽ ലഡു എന്നാണെങ്കിൽ ഇത് ബാഡ് കലോറിയാണ്. ഗുഡ് കലോറി ആപ്പിൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ന്യൂട്രിയൻസ് ആവശ്യമാണ്. ലഡുവിൽ പ്രത്യേകിച്ച് ഒരു ന്യൂട്രിയൻസും ഇല്ല. അത് നമ്മുടെ സെൽസിൽ പോയിട്ട് ഫാറ്റായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് അത് വെയിറ്റ് ഗെയിൻ പ്രോസസ്സിന് കാരണമാക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കലോറി എന്താണെന്ന് മനസ്സിലായി, ഗുഡ് കലോറി, ബാഡ് കലോറി. ഇനി നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട്, ഡെയിലി നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ കുടിക്കും, ഇല്ലേ? അങ്ങനെ ചായ കുടിക്കുന്ന ശീലമുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഇതിൽ. അപ്പോൾ എഴുന്നേറ്റ് കഴിക്കുന്ന ഒരു ബെഡ് കോഫി നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഏകദേശം ഒരു 150 കിലോ കലോറിയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. 150 കിലോ കലോറിയിൽ ഏകദേശം 100 കലോറിയും ബാഡ് കലോറിയാണ്. നമ്മുടെ ശരീരത്തിലെ സെൽസിന് ആവശ്യമില്ലാത്ത പൊട്ട കലോറിയാണ് ചെല്ലുന്നത്. അത് കഴിഞ്ഞ് ചായ കുടിച്ചു കഴിഞ്ഞ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു, എന്തെങ്കിലും ഒരു ഇഡലി, ദോശ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡ് ഡിഷ് ചട്നി, അല്ലെങ്കിൽ വട, ബ്രെഡ്, അങ്ങനെ എന്തെങ്കിലും, നമ്മൾ പുട്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുട്ട്, എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതിൽ കലോറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 കലോറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എഗെയിൻ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ 150 കിലോ കലോറി നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കയറും. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അടുത്തത് ഒരു മിഡ് മോർണിംഗ് സമയത്ത്, ഇപ്പോൾ ജോലികൾ ഏതെങ്കിലും ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 11 മണി നേരത്തൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു ചായ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇപ്പോൾ ജെൻസ് ആണെങ്കിൽ ഒന്ന് പുറത്ത് പോയി എന്തെങ്കിലും റിഫ്രഷ് ആവാനായിട്ട് ചായയോ നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലും നമ്മളൊക്കെ കുടിക്കും. അപ്പോൾ അതിലൂടെയും വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് കലോറി ഇൻടേക്ക് കൂടുന്നു. അതും എന്താണ്? അതിൽ കൂടുതലും ബാഡ് കലോറീസ് ആണുള്ളത്. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കുന്നു, ലഞ്ച് ചോറ്, അതിൻ്റെ കൂടെ എന്തെങ്കിലും കറികളൊക്കെ കൂടി കഴിക്കുകയാണെങ്കിലും എങ്ങനെ പോയാലും ഒരു 1000 നിന്ന് കിലോ കലോറി കൂടാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ കിലോ കലോറിയൊക്കെ ഏകദേശമാണ് പറയുന്നത്. അത് ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസസിനനുസരിച്ച് അതിൻ്റെ കലോറിയിൽ വേരിയേഷൻസ് വരാം കേട്ടോ. അത് കഴിഞ്ഞ്
നമ്മൾ ഒരു 4 മണി നേരത്തെ ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും എടുക്കുമ്പോൾ വീണ്ടും കലോറി കയറുന്നു. ഒരു ലഡ്ഡു കഴിച്ചാൽ 500 കിലോ കലോറി, ഒരു ഉഴുന്നുവട കഴിച്ചാൽ ഏകദേശം 550 കിലോ കലോറി. അങ്ങനെ നമ്മൾ എന്ത് കഴിച്ചാലും അതിൽ നിന്ന് കലോറി കയറുന്നു. ആ കലോറി ആബ്സല്യൂട്ട്ലി ബാഡ് കലോറീസ് ആയിരിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന, കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്, ഏകദേശം ഒരു 10 മണി 11 മണി സമയത്താണ് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം ഉണ്ടാവുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മുടെ സെൽസിൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. എഗെയിൻ അത് കഴിക്കുന്നത് എന്ത് കലോറിയാണ്? പൂർണ്ണമായിട്ടും അത് ബാഡ് കലോറീസ് ആണ് കഴിക്കുന്നത്. ഗുഡ് കലോറി കഴിച്ചാൽ പോലും 8 മണിക്ക് ശേഷം കഴിക്കുന്നതെല്ലാം ഫാറ്റായിട്ട് നമ്മുടെ സെൽസിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ശരീരത്തിലേക്ക് കലോറി ഇൻടേക്ക് ഇങ്ങനെ കൂടി എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ 8000 കിലോ കലോറി റീച്ച് ആവുന്നത്, അപ്പോൾ നമ്മൾ 1 കിലോ വെയിറ്റ് കൂടും. എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ നിന്ന് 8000 കിലോ കലോറി ലോസ് ആവുന്നത്, അപ്പോൾ നമ്മൾ 1 കിലോ വെയിറ്റ് കുറയും. ഇതാണ് വെയിറ്റ് കൂടാനും വെയിറ്റ് കുറയാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇതും നമ്മളുടെ ഹെർബലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് ഡയറ്റും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഹെർബലൈഫ് ന്യൂട്രീഷൻ്റെ പ്രോഡക്ട്സുകളെല്ലാം തന്നെ സെല്ലുലാർ ന്യൂട്രീഷനാണ്. നമ്മുടെ സെൽസിന് വേണ്ട കംപ്ലീറ്റ് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ഫുഡ് പ്രോഡക്ട്സുകളാണ് നമ്മളുടെ കമ്പനി നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഇരിക്കുന്ന ഒരു വ്യക്തി നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈ ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെൻ്റ് ഒരു ഷേക്ക് രൂപേണയാണ് നമ്മൾ ഉള്ളിലേക്ക് ഇൻടേക്ക് എടുക്കുന്നത്. ഈ ഷേക്ക് എന്ന് പറയുന്നത് 250 കിലോ കലോറിയിൽ ഒതുങ്ങിയിട്ട് ഹൈ ന്യൂട്രീഷനോട് കൂടിയിട്ടുള്ള ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ നമ്മൾ എടുക്കുന്നത്. ലോ കലോറി ഹൈ ന്യൂട്രീഷൻ ഫുഡാണ് രാവിലെ കഴിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സെൽസിന് വേണ്ട കംപ്ലീറ്റ് പോഷകങ്ങൾ, വിറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ട് ഒരു സമീകൃത ആഹാരം നമ്മൾ മോർണിംഗ് എടുക്കുന്നു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു. അതെങ്ങനെ കഴിക്കുന്ന? ഒരു കോച്ചിൻ്റെ ഗൈഡൻസോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ലഞ്ച് കഴിക്കുക. കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ എന്താണോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കറക്റ്റ് അളവിൽ ഡിസൈൻ ചെയ്ത് കോച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. 40% കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ 25 ഗ്രാം ഫൈബർ അതിൽ ആഡ് ചെയ്യണം, 30 ഗ്രാം പ്രോട്ടീൻ, അത് കഴിഞ്ഞ് ഫാറ്റ്, അതും ഗുഡ് ഫാറ്റ് എന്തൊക്കെ വേണം, എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ലഞ്ചിൻ്റെ കംപ്ലീറ്റ് ഐഡിയാസും നിങ്ങളുടെ കോച്ച് നിങ്ങൾക്കത് പറഞ്ഞു തരും. ഓക്കെ, അത് കഴിഞ്ഞ് അഗെയിൻ വെയിറ്റ് ലോസിലിരിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ ഏകദേശം 800 നിന്ന് 850 കിലോ കലോറിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ലഞ്ചായിരിക്കും അത്. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ ഷേക്ക് എടുക്കുന്നു 250 കിലോ കലോറി, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു 800-850 കിലോ കലോറി. അത് കഴിഞ്ഞ് വെയിറ്റ് ലോസിലിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ വീണ്ടും ന്യൂട്രീഷൻ ഷേക്ക് തന്നെയാണ് കഴിക്കുന്നത്. കാരണം അത് 250 കിലോ കലോറിയിൽ ഒതുങ്ങുന്നു, ലോ കലോറി ഹൈ ന്യൂട്രീഷൻ ചെല്ലുന്നു. അപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു 1500 അല്ലെങ്കിൽ 1300 കിലോ കലോറിയാണ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കയറുന്നത്. അത് ഗുഡ് കലോറിയാണ്. അപ്പോൾ ഡെയിലി ബേസിൽ കയറിക്കൊണ്ടിരിക്കുന്ന കലോറീനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യുന്നു? അപ്പോൾ കലോറി കയറുമ്പോൾ അത് കട്ട് ഡൗൺ ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്യിപ്പിച്ചിട്ട് ഫാറ്റ് ലോസിലൂടെയാണ് നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാകുന്നത്. ഇനി രാവിലെ ഷേക്ക്, ഉച്ചയ്ക്ക് ലഞ്ച്, വെയിറ്റ് ലോസിലിരിക്കുന്ന ആളുകൾ അഗെയിൻ രാത്രി ഷേക്ക്, ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ അവർക്ക് അവരുടെ വെയിറ്റിനനുസരിച്ച് എത്ര കിലോ വെയിറ്റ് ഉണ്ട് അതിനനുസരിച്ച് വെള്ളം, വാട്ടർ ഇൻടേക്ക്, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതെങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോച്ചിൻ്റെ ഗൈഡൻസോട് കൂടി ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. നമ്മളുടെ കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുള്ള ഒരു പേഴ്സണൽ വെൽനസ് കോച്ച് നിങ്ങൾക്ക് വളരെ അനിവാര്യമാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം 3.5 മാസം കൊണ്ട് എൻ്റെ ശരീരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള 18 കിലോ വെയിറ്റ് ഞാൻ കുറച്ചതാണ്. ഇതെല്ലാവർക്കും ഒരുപോലെ സംഭവിക്കുന്നില്ല. എല്ലാവരുടെ ശരീരവും അവരവരുടെ BMR ലെവലും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന പ്രോസസ്സിനും അവരുടെ BMR ലെവലിനും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അവർക്ക് വെയിറ്റ് ലോസ് റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹെർബലൈഫ് ന്യൂട്രീഷൻ ഒരു വെയിറ്റ് കുറയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് കലോറി മാനേജ്മെൻറ്റ് ഫോളോ ചെയ്ത് നല്ലൊരു കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരം
നല്ലൊരു ഗൈഡൻസോട് കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് കറക്റ്റായിട്ട് നടക്കും. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ പ്രോസസ്സ് വളരെ നല്ല രീതിയിൽ നടക്കും. അല്ല, എനിക്ക് വെയിറ്റ് ലോസും വേണ്ട വെയിറ്റ് ഗെയിനും വേണ്ട, എനിക്ക് ഇതേ വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതും നടക്കും. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കഴിച്ചിട്ട് വെയിറ്റ് കുറയുന്നതിൻ്റെ പിന്നിലെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായവർ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.